ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചോറോട് റെയിൽവേ പാളത്തിനു മുകളിൽ സ്ഥാപിക്കാനുള്ള ബൗൺസ്ട്രിംഗ് പാലം പ്രദേശവാസികളുടെ വഴിമുടക്കിയിട്ട് വർഷമാകുന്നു. അടിഭാഗം റോളർ വെച്ച ശേഷം മുകളിൽ ആർച്ച് പോലെ സ്റ്റീലിൽ പണിയുന്ന പാലം ഗർഡറുമായി യോജിപ്പിച്ച് പാളത്തിനു മുകളിൽ നീക്കിവയ്ക്കേണ്ടതാണ്. എന്നാൽ പണി പൂർത്തിയായി 8 മാസമായിട്ടും പാലം നീക്കിവയ്ക്കാൻ സാധിച്ചിട്ടില്ല. പാലം പണി തുടങ്ങിയപ്പോൾ ഈ ഭാഗത്തെ ചെറു റോഡുകളിലേക്കുള്ള വഴികൾ അടച്ചിരുന്നു. 6 മാസം കൊണ്ട് പണി തീർക്കുമെന്നായിരുന്നു നിർമ്മാണ കമ്പനി പഞ്ചായത്ത് പ്രസിഡന്റിനുൾപ്പെടെ ഉറപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോഴും പാലം നീക്കിവച്ചിട്ടില്ല. സമീപത്തെ വഴികൾ അടച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ചോറോട് ചേന്ദമംഗലം മലോൽമുക്ക് റോഡാണ് അടഞ്ഞുകിടക്കുന്നത്. ദേശീയപാതയിലെ ചോറോട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് തുടങ്ങുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. ചോറോട് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അത്രയും റോഡിന്റെ കിഴക്കാണ്. ഇവിടേക്കുള്ള പ്രധാന യാത്രാമാർഗം ഇതാണ്. 10 മാസത്തോളമായി കിടക്കുകയാണ് ഇവിടം. ചോറോട് സഹകരണ ബാങ്ക് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി NHAIക്ക് നോട്ടീസ് അയച്ചിരുന്നു. ചോറോട് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ്, മെയിൻ ശാഖ, മറ്റു 3 ശാഖകൾ, 1000ഓളം കുട്ടികൾ പഠിക്കുന്ന റാണി പബ്ലിക് സ്കൂൾ, കുടുംബാരോഗ്യ കേന്ദ്രം, കൃഷിഭവൻ, ആയുർവേദ ആശുപത്രി, പുതിയ പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവയെല്ലാം ചോറോട് ചേന്ദമംഗലം മലോൽമുക്ക് റോഡിലാണ്. റോഡ് അടച്ചതോടെ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തുള്ളവർക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. വാഹനങ്ങളുള്ളവർ ചുറ്റി സഞ്ചരിക്കണം. റോഡ് അടച്ചതോടെ പൊതുയാത്രാ സൗകര്യവും ഇല്ലാതെയായി. ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഓർക്കാട്ടേരി നാദാപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ചേന്ദമംഗലം റോഡിൽ കയറി റാണി സ്കൂളിന് മുന്നിലൂടെ കൈനാട്ടി മേൽപ്പാലത്തിന് സമീപവും ചില വാഹനങ്ങൾ മലോൽമുക്ക് വഴിയും പോയിരുന്നു. ആ സൗകര്യവും റോഡ് അടച്ചതോടെ ഇല്ലാതെയായി. 56 കോടി രൂപയ്ക്കാണ് പാലം പണി പൂർത്തിയാക്കിയത്. തൂണില്ലാതെ അടിഭാഗത്ത് മാത്രം കോൺക്രീറ്റ് ചെയ്യുന്ന നിർമ്മാണ രീതിയാണ്. സ്റ്റീൽ പാലമെല്ലാം സെറ്റ് ചെയ്തിട്ട് മാസങ്ങളായി. മറുവശത്തെ ലാൻഡിംഗ് സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പാലം തള്ളി നീക്കുന്നതിന് റെയിൽവേയുടെ അനുമതിയും വേണം. തീവണ്ടി ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം പ്രവൃത്തി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.